കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ബ്ലോക്കിലുണ്ടായ പൊട്ടിത്തെറിയും അതിന് പിന്നാലെ 5 പേർ മരിച്ചു എന്ന വിവരവും കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. 5 പേർ മരിച്ചത് എങ്ങനെ എന്നതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഇനി ഈ പൊട്ടിത്തെറിയെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചാണോ, ആ സമയത്ത് ഓക്സിജൻ മുടങ്ങിയപ്പോഴാണോ അവർക്ക് ജീവൻ നഷ്ടമായത്? അവരൊക്കെ പലരും വെന്റിലേറ്ററിലായിരുന്നു, ഈ പറയുന്ന ICUവിൽ ചികിത്സയിലായിരുന്നു. അപ്പോൾ അവരെങ്ങനെ മരിച്ചു എന്നതിൽ ഒരു വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ വരണം. എന്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംഭവിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം. ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ വൈകുന്നേരം 7:30 കൂടിയിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുതിയ അത്യാഹിത വിഭാഗം ബ്ലോക്കിൽ ഉഗ്രശബ്ദത്തോടുകൂടി ഒരു പൊട്ടിത്തെറി കേൾക്കുന്നത്. ഉടൻ തന്നെ പുക ഉയരുന്നു. ആശുപത്രി ജീവനക്കാരും കൂട്ടിരിപ്പുകാരും ചേർന്ന് എമർജൻസി വിഭാഗത്തിലുണ്ടായിരുന്ന മുഴുവൻ രോഗികളെയും പുറത്തേക്കിറക്കുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തുന്നു. രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നു. അപകടം നടക്കുന്ന ഘട്ടത്തിൽ 200-ലധികം രോഗികൾ ഞാൻ നിൽക്കുന്ന ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്ക്. ഉടൻ തന്നെ ഇവരെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്കും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും റഫർ ചെയ്യുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഇതിനിടയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലുണ്ടായിരുന്ന 5 പേരുടെ മരണം സ്ഥിരീകരിച്ചു. വിഷപ്പുക ശ്വസിച്ചാണ് മരണമെന്ന ആരോപണവുമായി കോൺഗ്രസും BJPയും രംഗത്തെത്തി. വിഷയം ഗൗരവകരമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ. ഇതിനിടയിൽ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏറ്റെടുക്കണമെന്നായിരുന്നു BJP നേതാവ് K സുരേന്ദ്രന്റെ പ്രതികരണം. അതിനിടെ കോൺഗ്രസിനും BJPക്കും മറുപടിയുമായി CPM നേതാക്കൾ രംഗത്തെത്തി. ദുരന്ത സമയത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് കോൺഗ്രസും BJPയുമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ P മുസാഫർ അഹമ്മദ് പ്രതികരിച്ചു. ദുരന്ത പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. മരിച്ച 5 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. ദുരന്തത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഉന്നതതല അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ഷഹദ് റഹ്മാൻ, 24.